നൂറ് കുഞ്ഞിയ വലിയ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ എന്നും നിങ്ങളുടെ മുമ്പിൽ വരാറുള്ളത്. പതിവ് പോലെ തന്നെ ഇന്നും ഒരുപാട് വിശേഷങ്ങൾ വല്ലൂരത്തെ പങ്കുവെക്കാനുണ്ട്. പുതിയ ഉടുപ്പ് കിട്ടിയ വിശേഷങ്ങൾ, ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷൻ മാറ്റിയ വിശേഷങ്ങൾ, ഇതായി കയ്യിലിരിക്കുന്ന കുടച്ചക്രം വാങ്ങിയ വിശേഷങ്ങൾ, അങ്ങനെ ഭാഗ്യൻ്റെ കൂടെയുള്ള വഴക്കിട്ട വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു അടിപൊളി ദിവസത്തിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യാണ്. ശ്രീയാണ് കേട്ടോ. അപ്പോഴേ അങ്ങനെ അമ്മ ഇന്നലെ ഇവിടെ എത്തിയതാട്ടാ. അപ്പൊ മുഴുവന് കാലത്തന്നെ ഇവിടെ ശാന്തമ്മീറ്റ് ശാന്തമ്മ അവിടേക്ക് പോയിരിക്കുക, അങ്ങോട്ട് പോയിരിക്കുക. അപ്പൊ കൊള്ളി എന്ത് കാപ്പിക്ക് എന്തേലും വേണ്ടേ? ഞാൻ പറയാൻ മുറുകാസല് ഉള്ളിയാ നമ്മളെ കടയത്ത് ഇന്നലെ വരുമ്പോ രണ്ടെണ്ണടുത്ത് വണ്ടിയിട്ടുണ്ടതാ. ഇവിടെ കടയുടെ എല്ലാ സാധനങ്ങളും ഇത് പറഞ്ഞാലും ഞാനാണ് ഏറ്റവും ഇതിൽ ജീവിക്കുന്ന ആള്. കാരണം എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരെണ്ണയിൽ എടുത്തുകൊണ്ട് എനിക്ക് എന്നും പറ്റും. ഇവിടെ അതൊന്നും പറ്റാത്ത കാരണേ മിക്ക സമയങ്ങളിലും ആരെങ്കിലും വന്നാൽ ഒന്നും ഉണ്ടാവില്ല, കൊടുക്കാനായിട്ടുണ്ടാവില്ല. എൻ്റെ മോളുടെ അടുത്ത് ഞാൻ വരുമ്പോഴായാലും അത്രയ്ക്ക് ഞങ്ങള് സാധനങ്ങളൊക്കെ ഒന്ന് നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല. എനിക്കാണെന്ന് വിചാരിച്ചാൽ ഒക്കെ ഞാൻ വേണ്ടത് ഓരോന്നോരോന്ന് എടുത്തുകൊടുന്ന് വീട്ടിൽ വെച്ചിട്ടോ. അപ്പൊ ഞാൻ നല്ല 2 കൊള്ളി, നല്ല കൊള്ളിയല്ലേ, അത് ദോശ ഉണ്ടാക്കാന്ന് പറയാ മോളോട്, മൈദീഷിൻ്റെ കുറച്ച്. അപ്പൊ അതുകൊണ്ട് ഞാൻ നല്ല ദോശ മാവ് എടുക്കാൻ വിചാരിച്ചതാ കടയിൽ നിന്ന് പറഞ്ഞോ, ഞാൻ പെട്ടെന്ന് മറന്നു. അപ്പൊ ഞങ്ങൾ മുറുക്കി ചടപടാന്നാക്കി ഒരു കറി, 2 പച്ചമുളകും വേപ്പിൻ്റെ ഇലയും ഒരു തുണ്ട് ഇഞ്ചിയുടെ കഷ്ണവും, ഇഞ്ചി ഇടും ഞാൻ കൊള്ളിയില്ല എപ്പോഴും, ഇഞ്ചിയുടെ കഷ്ണവും ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ അടിക്കുക. കടുക് പൊട്ടിച്ച് അതിലൊഴിച്ചാൽ ദോശയ്ക്ക് അടിപൊളി കറി കിട്ടുമ്പോൾ. ഷൂട്ടില്ലാത്ത ദിവസങ്ങളും ശ്രീകുട്ടന് സ്കൂളിൽ പോവാത്ത ദിവസങ്ങളിലും നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു തദൈവയാണ് കേട്ടോ. ഒന്നും നേരും ചൊവ്വയും നടക്കില്ല. ഞാനാണെങ്കിൽ ഒരു ആലസ്യത്തിൻ്റെ പുറത്ത് ഒന്നില്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ ഇന്നൊന്നും ചെയ്യണ്ടല്ലോ എന്നുള്ളൊരു മൂഡിലൊക്കെ എത്തും കേട്ടോ. പക്ഷെ അമ്മയുണ്ടെങ്കിൽ ഇതുപോലെയാണ്, നേരത്തിന് ഭക്ഷണം, കാര്യങ്ങളുടെ ഒരു ഒഴുക്ക് ഒരു ചിട്ടയിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും നമ്മുടെ ആ ഒരു മുട്ട ദോശ ഉണ്ടാക്കാം. അതുപോലെ തന്നെ അമ്മ അവിടെ നന്നാക്കി വെക്കണ കൊള്ളി ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ കൊള്ളി എന്ന് പറയാട്ടാ, അത് നമുക്ക് കൂട്ടാൻ വെക്കാട്ടാ. മുട്ടയും അതുപോലെ തന്നെ മൈദയും ഉപ്പും കുറച്ച് ഗോതമ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യുക. ഞാൻ എല്ലാത്തിനും ചെറു ചൂടുവെള്ളം യൂസ് ചെയ്യും കേട്ടോ. നമ്മുടെ ഇവിടെ അക്വാപ്രോയിൽ നമുക്ക് ഫിൽറ്റർ ചെയ്ത് വരുന്ന വെള്ളത്തിന് ചെറിയൊരു ചൂടുണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്. പൈപ്പിലത്തെ വെള്ളം നമുക്ക് പ്യൂരിഫൈ ചെയ്ത് വരുന്നതാണ്, പക്ഷെ അല്ലെങ്കിൽ നമ്മുടെ വെള്ളം അടിപൊളിയാണ് കേട്ടോ കിണറ്റിലത്തെ. പിന്നെ നമ്മൾ ഓൾറെഡി അക്വാ പ്യൂരിഫയർ വെച്ച കാരണം കൊണ്ട് അതിൽ നിന്ന് വെള്ളം നമുക്ക് കിട്ടുന്ന കാരണം കൊണ്ട് അത് ഉപയോഗിക്കണമെന്ന് മാത്രം. അപ്പോൾ എല്ലാത്തിലും ചെറു ചൂടുവെള്ളം ഒഴിക്കാനായിട്ട് പറ്റാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അമ്മ അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ട് നമുക്ക് നമ്മുടെ ഈ കൊള്ളി വേവിച്ചെടുക്കാം. അതിലിട്ടിരിക്കുന്നത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ നമ്മുടെ കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ നാടൻ പച്ചമുളകും മാത്രമാണ് കേട്ടോ. കുറച്ചധികം വെള്ളത്തിൽ വേവിച്ചെടുക്കണം. പണ്ടൊന്നും കപ്പയിൽ ഇങ്ങനെ ഈ സൈനൈഡിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കപ്പ വേവിക്കുന്നു കഴിക്കുന്നു എന്ന് മാത്രം. ഇന്നത്തെ കാലത്തല്ലേ ഈ സൈനൈഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതെല്ലാ കപ്പയിലും ഇല്ല എന്നാണ് പറയുന്നത്, ഒരു തരം കപ്പയിലുള്ളൂന്ന്. അങ്ങനെ വെള്ളം ഊറ്റിക്കളയാൻ പാകത്തിന് കുറച്ച് അധികം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ 2-3 ചപ്പാത്തിയും കൂടി ഉണ്ടായിരുന്നു, പിന്നെ ദോശമാവും കൂടി ആയപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ കഴിയുമെന്ന് വിചാരിച്ചു. അമ്മ അവിടെ നല്ല അലക്കില ഭാഗ്യൻ്റെ വെള്ളമുണ്ട്. അങ്ങനെ ഈ ദോശ തന്നെയാണ് കേട്ടോ ശ്രീകുട്ടന് നമ്മൾ സ്കൂളിലേക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതായത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രീകുട്ടൻ്റെ സ്കൂളിൽ മുട്ട പോലും അവൈലബിൾ അല്ല. അത് കാരണം തന്നെ മിക്കതും നമ്മൾ നമ്മുടെ നാടൻ പലഹാരങ്ങളുണ്ടല്ലോ, അപ്പം, അതുപോലെ തന്നെ ചപ്പാത്തി, പിന്നെ അട, കൊഴുക്കട്ട, മണിപ്പൂട്ട്, അങ്ങനെ പുതിയതായിട്ട് ഞാൻ കണ്ടുപിടിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടാവും. പിന്നെ നമ്മുടെ സാൻഡ്വിച്ച് ഐറ്റംസും. അപ്പോൾ ഇത് കാലത്ത് കഴിക്കാനായിട്ട് ശ്രീകുട്ടന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മുട്ടയില്ലാണ്ട് ചില ദിവസങ്ങളിൽ ഉണ്ടാക്കി കൊടുത്ത് വിടാറുണ്ട്. പക്ഷേ നമ്മുടെ ഈ കൊള്ളിപ്പേരി ഉണ്ടല്ലോ, കൊള്ളിപ്പേരിയല്ല, കൊള്ളിയ ചാറ്, അതിൻ്റെ ഒപ്പം കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അത് ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആ പച്ചമുളകിൻ്റെ എരിവും പിന്നെ നമ്മൾ താളിച്ചിടില്ലേ, അതായത് നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയും ഈ പച്ചമുളകും, അതുപോലെ തന്നെ പച്ചമുളകല്ല, നമ്മുടെ എന്താണ് അതിനെ പറയുക, കിഴക്കമുളക്, അതും കടുകും താളിച്ചിട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരിപാടി കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം കുറുമക്കറി വെച്ചപ്പോൾ എല്ലാവരും ചോദിച്ചു ശ്രീ ഇതിൽ മസാല ഒന്നും ഇടണ്ടേന്ന്. ആക്ച്വലി ഇങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ഇപ്പോൾ ആ കൊള്ളിയുടെ മണമൊക്കെ വരും. എനിക്ക് പേഴ്സണലായിട്ട് കേട്ടോ, എല്ലാവർക്കും അങ്ങനെയാവണമെന്നില്ല. ചിലർക്ക് ചിലപ്പോൾ മസാലയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുണ്ടാവുമല്ലോ. നമ്മളെല്ലാവരും കറി വയ്ക്കുന്നത് നമ്മുടേതായ രീതിക്കാണ്, എന്നാലല്ലേ നമ്മുടേതായ ഒരു സിഗ്നേച്ചർ അതിന് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ദോശയുടെ കൂടെ അത് നല്ല അടിപൊളിയായിട്ടുള്ള നന്നായിട്ട് വെന്ത് വന്നിട്ടുള്ള ഈ കൊള്ളിക്കറി, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, കപ്പക്കറി എന്നൊക്കെ പറഞ്ഞ് അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് വയററിഞ്ഞൊന്നും മനസ്സറിഞ്ഞൊന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഞാൻ കഴിക്കുക, അവര് ശാന്തമ്മ അമ്മയും കൂടെ പിന്നെ എനിക്ക് കാലത്ത് 4 മണിക്കൂറിനുള്ളിൽ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് ഭക്ഷണം കഴിക്കണം. ഞാൻ വന്ന അങ്ങനെ ഒരു കാര്യം നേരാനേരത്തിന് ഭക്ഷണം കഴിക്കും. എനിക്ക് കഴിക്കണം നേരാനേരത്തിന്. അപ്പൊ ഞാൻ മോളുടെ കൂടെ കഴിക്കാം,
അതിന് കഴിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷെ ശാന്തമ്മ എത്തിക്കാൻ എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് പിന്നോട് ഞാൻ പറയാം നിങ്ങളോട്. കാരണം ഞാൻ അത് കണ്ടിന്യൂ ചെയ്ത് പോകണല്ലോ. തുടങ്ങിയിട്ടുള്ളൂ. എന്ത് തുടങ്ങുള്ളൂ, ഓൺലൈനാണേ. നല്ല രസം കേട്ടാ കൊള്ളി. അതവർക്കറിയാം. മറ്റേ രസമൊന്നുമില്ലേ, കുറെ ആൾക്കാർ കഴിച്ചിട്ടുണ്ടാവും കൊള്ളി ദോശയും. മൈദ ദോശ ആയാലും ഗോതമ്പ് ദോശ ആയാലും അരി ദോശ ആയാലും ഒക്കെ ടേസ്റ്റ് അത്. അതിലാ മുളക് നല്ല എരിവുള്ള മുളക് ഇട്ട് വെക്കണം. നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ റീല് കാണുമ്പോൾ ശ്രീകുട്ടൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അമ്മ ഈ കൊഞ്ചല്ലടാ എന്നാ പറയാം, ഞണ്ട് മേടിച്ചു തരണം എന്ന്. സത്യത്തിൽ ഇതിന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കറി വെക്കുന്നത്. അങ്ങനെ യൂട്യൂബൊക്കെ നോക്കി നന്നാക്കാൻ പഠിച്ചു. ഒപ്പം തന്നെ ശ്രീകുട്ടൻ ഉണ്ടായിരുന്നു. എന്നേക്കാളും അറിവായിരുന്നു അവനത് നന്നാക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിങ്ങനെ കണ്ടിരുന്നിട്ടേ ആൾക്ക് ഈ ഫുഡിന്റെ റീലുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട്. കഴിക്കാനും നല്ല ഇഷ്ടമാണ് കേട്ടോ. നന്നായിട്ട് ഭക്ഷണം കഴിക്കും. ചെറുപ്പത്തിൽ ഞാൻ എന്തോരം പാടുപെട്ടിരിക്കുന്നു ഭക്ഷണമൊക്കെ കഴിപ്പിക്കാൻ. അങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ള പിള്ളേരൊക്കെ നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ സങ്കടപ്പെടണ്ട കേട്ടോ, വലുതായപ്പോ അവര് ശരിയായിക്കോളും. അമ്മയ്ക്കറിയോ ഇത് ചെയ്യാൻ? മാംസം കൊടുക്കണേ ഇങ്ങനെ കഴിക്കണ്ടെന്നറിയില്ല. ശ്രീകുട്ടന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ രണ്ടാളും നിന്നത് വൃത്തിയാക്കാൻ വലിയ പാടൊന്നുമില്ല, സിമ്പിളാണ്. പിന്നെ അമ്മയാണ് ഇത് കൊണ്ടുവന്ന് തന്നത്. അമ്മോടാണ് ഇവൻ പറയാ മീനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ. കാരണം നമ്മുടെ ഇവിടെ മീനൊക്കെ വരുന്ന മീനുകൾ മാത്രമേ കിട്ടുള്ളൂ. പുറത്ത് പോയി മേടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം പോകണം. അപ്പം മമ്മ വരുമ്പോൾ മമ്മ മീനുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത്. കുറച്ചധികം മീനിന്റെ കളക്ഷൻ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ നിന്ന് മമ്മ മീനൊക്കെ മേടിച്ചുകൊണ്ട് വരും. അങ്ങനെ മേടിച്ചുകൊണ്ട് വന്നതാണ് ഈ ഞണ്ട് കേട്ടോ. ഞണ്ട് ശ്രീകുട്ടന് ഭയങ്കര ഇഷ്ടാവുകയും ചെയ്തു കറി വെച്ചപ്പോൾ. അപ്പോൾ നമുക്കിത് കറി വെച്ചാലോ? ഇത് ഞാനൊരു 5-6 എടുത്തിട്ടുള്ളൂ. ഇത് ഫ്ലോപ്പ് ആവുമോ എന്നുള്ള കാര്യം അറിയില്ലല്ലോ. അപ്പോൾ ഷാൻ ചേട്ടൻ്റെ റെസിപ്പി നോക്കിയിട്ടാണ് ചെയ്തത്. പിന്നെ ഷാൻ ചേട്ടൻ്റെ റെസിപ്പിന്ന് മൊത്തത്തിൽ അങ്ങോട്ട് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെതായ കുറേ കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം കേട്ടോ. ഞാൻ അത്ര വലിയ ഞണ്ടുമല്ല, എന്നാൽ അത്ര ചെറിയ ഞണ്ടുമല്ലാത്ത രീതിയിലായിരുന്നു. ഇനി നമുക്കതിനെ കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. അതിനെ വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ കാലുമത്തെ മുള്ളും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ ഭാഗ്യന് ഇത് ഇഷ്ടമല്ല, ഭാഗ്യന് ഇതിനോടൊക്കെ വലിയ അറപ്പാണ്. അപ്പോൾ ഫുഡിനെ അറക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷെ ചിലവർക്ക് അങ്ങനെയാണല്ലോ. നമ്മൾ അവരെ നിർബന്ധിപ്പിച്ച് ഒന്നും ചെയ്യിപ്പിക്കേണ്ട. നല്ല ഭംഗിയില്ല മരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സംഭവങ്ങളൊക്കെ. അങ്ങനെ നമുക്ക് ഉള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കടുക് പൊട്ടിച്ചിട്ടാണ് അതൊക്കെ ചെയ്തിട്ട് കേട്ടോ. കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അമ്മ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാത്തിൽ നിന്നും കുറച്ചേശ്ശെ വാരി ഇട്ട് കൊടുക്കുക. ചെറുള്ളിയാണ് കൂടുതൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. കൂടുതലല്ല, മുഴുവനായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് ചെറുള്ളി തന്നെയാണ്. പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നമ്മൾ ചിക്കൻ വെക്കുന്ന ആ ഒരു കൺസെപ്റ്റിൽ തന്നെയാണ് ഇത് വെക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെയാണ് വെക്കുന്നത്. പിന്നെ കുറച്ചധികം നേരം വെള്ളം ഒഴിച്ച് വേവിക്കണം എന്ന് മാത്രം. ചിക്കനിൽ നമ്മൾ വെള്ളം ഒഴിക്കില്ലല്ലോ. അപ്പോൾ കടുക് പൊട്ടിച്ചിട്ട് അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇടുക, അല്ലെങ്കിൽ കഷ്ണങ്ങളാക്കി വെച്ചതുണ്ടെങ്കിൽ അതിടുക. ചെറുള്ളി ഇട്ട് കൊടുക്കുക, വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കുക, കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് നമ്മുടെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണമല്ലോ. അതോടൊപ്പം തന്നെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക ആ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. മല്ലിപ്പൊടി വേണമെങ്കിൽ മല്ലിപ്പൊടിയും കൂട്ടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ മല്ലിപ്പൊടി വളരെ കുറവ് ഉപയോഗിക്കുന്ന കാരണം കുറച്ച് കുറവാണ് ഉപയോഗിച്ചത് കേട്ടോ. പിന്നെ ചിലപ്പോൾ ഉണ്ടാവുകയില്ലായിരിക്കും. എനിക്ക് മല്ലിപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല. ഒരു 2 തക്കാളി നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരഞ്ഞ് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അരച്ചതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിൽ ആവശ്യത്തിനുള്ള വെള്ളം, അതായത് ആ ഒരു ഞണ്ട് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി നമുക്കതിലൊന്ന് ഒഴിച്ച് അതിൻ്റെ കൺസിസ്റ്റൻസി ശരിയാക്കിയിട്ട് അതിൽ ഈ ഞണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ഞണ്ട് റോസ്റ്റ് റെഡിയുടെ അത്ര പരിപാടിയുള്ളൂ. ഇതൊക്കെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിലേ നമ്മളിപ്പോൾ ഹോട്ടലിലോ അല്ലെങ്കിൽ വലിയ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്ലേറ്റിനൊക്കെ 10, 1000, 1500 രൂപ നമുക്ക് കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ ഒരു 300 രൂപ ഞണ്ടിനും പിന്നെ അല്ലറ ചില്ലറ ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ നമ്മുടെയും കൂടി ആയിട്ടുണ്ടെങ്കിൽ വയറ് നിറയെ കഴിക്കുകയും ചെയ്യാം. നമുക്ക് വീട്ടിലിരുന്ന് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യാം. അതാണ് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കണതിൻ്റെയും വീട്ടിൽ പോയി കഴിക്കണതിൻ്റെയും പ്രത്യേകത. പിന്നെ ചില ഡിഷുകൾ നമുക്ക് അവിടെ തന്നെ കഴിക്കുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. പക്ഷേ ഇതൊക്കെ പൊളിയായിരുന്നു. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുണ്ടെന്ന്. വിശന്നിരിക്കുന്ന നേരത്താണെങ്കിൽ നിങ്ങളിപ്പോൾ പറയുന്നുണ്ടാവും, ഓ ആ പെണ്ണ് വന്നു വീണ്ടും കൊതിപ്പിക്കാമെന്ന്. പക്ഷേ സംഭവം കിടുവാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കിക്കോളോ. ഒരു മധുര ടേസ്റ്റും ആ ഒരു ഞണ്ടിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഭാഗ്യനെ ഓർക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞണ്ട് അടക്കി മാറ്റി വെച്ചിട്ട് കൊഞ്ചെടുത്തു. കൊഞ്ചും ഭാഗ്യന് അലർജിയാണ്. പക്ഷെ കൊഞ്ചു ഭയങ്കര ഇഷ്ടമാണ് ഭാഗ്യന്. അപ്പോൾ നമ്മൾ കൊഞ്ചും വെക്കാമെന്ന് വിചാരിച്ചു. ഞണ്ട് വെച്ച അതേ മെത്തേഡിലാണ് നമ്മൾ വെക്കുന്നത്. പക്ഷെ ചെറിയൊരു മാറ്റം ഉണ്ടെന്ന് മാത്രം. അത് ലാസ്റ്റാണ് നമ്മൾ മാറ്റുക കേട്ടോ.
കടുക് ഇടാണ്ടാണ് നമ്മൾ മീൻകറികളെല്ലാം വെക്കാറുള്ളത് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ റീസെൻ്റ്ലി ചേച്ചിമാരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ചില റെസിപ്പികളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അതിൽ കടുക് പൊട്ടിക്കൂ ശ്രീ എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. പക്ഷേ എനിക്ക് പൊതുവേ കടുക് പൊട്ടിക്കാത്ത കറികളാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി വന്നപ്പോൾ അതിൽ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുഞ്ഞ് പീസുകളാക്കിയിട്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവ നന്നായിട്ട് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് കുഞ്ഞുള്ളി റെഡിയാക്കി എടുക്കാം. കുഞ്ഞുള്ളിയിലാണ് നമ്മളെല്ലാം ചെയ്യാറുള്ളത്. അപ്പോൾ ശാന്തമ്മയ്ക്ക് ഞണ്ട് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ശാന്തമ്മ മാസത്തിലൊരിക്കലൊക്കെയാണ് എന്നെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഓടിയെത്തുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുകളിലും ഒക്കെ ആൾ വൃത്തിയാക്കിയിട്ട് തരും, ഒന്ന് അടിച്ചു വാരി തുടച്ചൊക്കെ ഇട്ട് തരും. അപ്പോൾ ശാന്തമ്മയ്ക്ക് ഞാനൊരു മുട്ട പൊരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അപ്പുറത്തെ ചീനച്ചട്ടിയിൽ നമ്മൾ പുതിയതായിട്ട് മയക്കിയെടുത്ത ചീനച്ചട്ടിയിലുള്ള സംഭവങ്ങളൊക്കെ അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മുടെ കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം. ഇവിടെ കുഞ്ഞുള്ളിയാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുക. സവാള ഉപയോഗിക്കുമ്പോഴേ കറിക്ക് ഒരു മധുര ടേസ്റ്റ് വരുന്നതാണ് ഭാഗ്യൻ്റെ പരാതി. അപ്പം നമ്മൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുള്ളി ഇത്തിരി പണി പിടിച്ച പരിപാടിയാണെന്നുണ്ടെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി അത് ശരിയാക്കി വെക്കും. എനിക്കിഷ്ടമാണ് കേട്ടോ. കുഞ്ഞുള്ളിയുടെ ഒരു വേറെ സ്മെല്ലല്ലേ. നമ്മൾ പൊടികളായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മീൻ കറിയിലാകുമ്പോൾ കുറച്ച് മല്ലിപ്പൊടി വേണം കേട്ടോ. മല്ലിപ്പൊടി, പിന്നെ ഈ വക സംഭവങ്ങളൊക്കെ ഈ 3 പൊടികളും മാത്രം ഇടുക. അതിൽ കുറച്ച് തക്കാളി അടിച്ച് ഒഴിക്കുക. അതിനുശേഷം അതൊന്ന് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൺസിസ്റ്റൻസിയിലൊക്കെ റെഡി ആയിട്ട് വരുമ്പോൾ ആ ഒരു ഗ്രേവി നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കണം. ഒരു എണ്ണ അങ്ങനെ പുറത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ തിളപ്പിച്ചെടുക്കണം. ആ തിളപ്പിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വെന്തൊരു ഗ്രേവിയുടെ ഒരു ടേസ്റ്റൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കഴുകി വാരി വെച്ചിട്ടുള്ള നമ്മുടെ കൊഞ്ചിട്ട് കൊടുക്കുക. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നില്ലഞ്ഞി, അതായത് ആ ഇപ്പത്തെ മുല്ലയൊക്കെ പൂക്കണ സമയമായ കാരണമാണ് പൂക്കുന്നിതാ പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവ്, പൂക്കുന്ന അശോക. അശോകം എന്ന് പറയുന്നത് ഒരു മലയാണ്. നമ്മള് അതിലെ പോകുമ്പോൾ നമ്മളെ സ്കൂളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഈ സൈഡിലായിട്ട് ചോപ്പ പൂക്കളുണ്ടായിട്ട് വലിയൊരു മരം നിൽക്കുന്നുണ്ട്. മോന്റെ സ്കൂളിലുണ്ട് വലിയ അതാണ് അശോകം. നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടാവും. കൊല്ലത്തിൽ ഒരു വട്ടം ഉണ്ടാവുള്ളൂ. അതുമ്മ കൊറേ നാള് നിൽക്കുകയും ചെയ്യും. നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് മേടിച്ചു വെക്കാൻ അശോകം. അത് കാര്യമണി അത് വെക്കേണ്ട ശരിയാണ്. 5ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കവിതയാണല്ലേ അത്, പൂക്കാലം. അതുപോലെ തന്നെ അത് ഇപ്പോഴും ശ്രീകുട്ടൻ 5ാം ക്ലാസ്സിൽ എത്തിനേ. അപ്പോൾ അവനും പഠിക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ദൈവമേ, നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഇപ്പോഴും നാവിൻ്റെ തുമ്പത്ത് നിൽക്കാൻ നമ്മുടെ മക്കൾ പഠിച്ചു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വ്ളോഗിൽ കാലം മുന്നോട്ട് പോകുന്നു, നമ്മുടെ ആയുസ് കുറയുന്നു പറഞ്ഞപ്പോൾ ശ്രീ പേടിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു ചിലർ. ഇതാലോചിക്കുമ്പോൾ പേടിയാവണില്ലേ? നമ്മുടെ മക്കൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പഠിച്ചു തുടങ്ങിയെന്ന് പറയുമ്പോൾ കാലം എത്ര മുന്നോട്ട് പോയി എന്നൊന്ന് ചിന്തിച്ചു നോക്കി. എനിക്ക് ഇപ്പോഴും ആലീസ് ടീച്ചർ ഓർമ്മയുണ്ട്. എന്നെ 5ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ആലീസ് ടീച്ചറെ, എന്നെ മലയാളം പഠിപ്പിച്ച ഫിലോമിന ടീച്ചറെ ഒക്കെ ഓർമ്മയുണ്ട്. ടീച്ചറൊക്കെ പഠിപ്പിച്ചതൊക്കെ ഇപ്പോഴും നാവിൻ്റെ തുമ്പത്ത് അങ്ങനെ നിൽക്കുക. അപ്പോഴാണ് മക്കൾ ഈ പാട്ട് വന്ന് പാടി തരുന്നത്. എൻ്റെ മക്കൾ ഈ കാലം പോയ പോക്കിയെന്ന് ഞാൻ അപ്പോഴേ ചിന്തിച്ചു കൂട്ടാ. അപ്പോൾ അവനോട് എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. ആ കവിതയുടെ പൊരുൾ എന്താന്ന് കുമാരനാശൻ്റെ കേട്ടോ. അപ്പോൾ ഭാഗ്യം പിന്നെ കുറേയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ പ്രത്യേകത എന്ന് പറയുന്നത്. ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് പാല് പിഴിഞ്ഞൊഴിക്കുക. അപ്പോൾ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രത്യേക തരം മീൻകറിയുടെ ടേസ്റ്റ് വരും അതിന്. ആ ചെമ്മീനും ഇത് ഒരുപോലെ ഒരു മധുര ടേസ്റ്റ് അല്ലേ ഉള്ളത്. അതൊക്കെ ഒന്ന് മുന്തി നിന്ന് ഒരു പ്രത്യേക ടേസ്റ്റ് അതിലേക്ക് വരും കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ 2 കറികളും തയ്യാറായിട്ടിരിക്കുകയാണ്. എനിക്ക് ഉച്ചയ്ക്ക് ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ശ്രീകുട്ടനെ ഞാൻ അമ്മയുടെ അടുത്താക്കിയിട്ടാണ് പോയത് കേട്ടോ. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും അമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് മണ്ണമ്പട്ടയ്ക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രീകുട്ടൻ തനിയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ശ്രീകുട്ടനെ നമ്മൾ കൊണ്ടുപോയിണ്ടായിരുന്നില്ല. ഇനി ഞാൻ എങ്ങോട്ടാ പോയെന്ന് പറയാം കേട്ടോ. ഞാൻ എപ്പോഴും പറയാറില്ലേ, എൻ്റെ ഒരു ഫ്രണ്ട് അഞ്ജലിയുടെ ഒരു ഗ്ലോയിങ് ക്ലിനിക്ക് ഉണ്ട്, നമ്മുടെ എന്താ പറയാ കോസ്മെറ്റിക് ക്ലിനിക്സ് ഉണ്ടെന്ന് പറയാറില്ലേ. അപ്പൊ അങ്ങോട്ട് പോവാൻ നിൽക്കാൻ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ കുറെ നാളായിട്ടുള്ള ഞങ്ങളുടെ രണ്ടാളുടെയും ചർച്ചയുടെ ഒടുവിൽ ഞാൻ ആ ട്രീറ്റ്മെന്റ് പറയുമ്പോൾ അവള് പറയും അത് ചെയ്യണ്ട, അത് നിനക്ക് ചേരില്ല എന്ന് പറയും. അപ്പൊ അവളൊരു ട്രീറ്റ്മെന്റ് പറയുമ്പോൾ ഞാൻ പറയും എനിക്ക് നേരില്ല എന്ന് പറയും, അത്രയും സെറ്റിങ്ങിൽ ഇരിക്കാൻ. അങ്ങനെ ഫൈനലി ഞങ്ങൾക്ക് 2 ആൾക്കും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങൾ എത്തി. ഇന്ന് ഞങ്ങൾ ആ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പൊ നമ്മുടെ സ്കിന്നിന്റെയും അതുപോലെ തന്നെ ഹെയറിന്റെയും ഹെൽത്തിനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ, പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ, ആ രീതിയിലുള്ള എല്ലാ ട്രീറ്റ്മെന്റുകളും അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കുറെ നാളായിട്ടുള്ള പരിചയം, എനിക്ക് തോന്നുന്നു മോർ ദാൻ 4 years ആയി തോന്നുന്നു ഞങ്ങളുടെ ഒരു റിലേഷൻ തുടങ്ങിയിട്ട്. അങ്ങനെ ഫൈനലി ഇപ്പൊ ഞാൻ എൻ്റെ ഒരു പുതിയ ഒരുപാട് നാളത്തെ എൻ്റെ ഒരു ഇൻസെക്യൂരിറ്റി മാറ്റാൻ വേണ്ടി ഞാൻ പോവാം. ഭയങ്കര ഇൻസെക്യൂർ ആയിരുന്നു ആ ഒരു കാര്യത്തിൽ. അപ്പൊ ഞാൻ അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ഇന്ന് അവിടേക്ക് പോണത് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു പോണേക്കാളും മുമ്പ് ഒരുകണേക്കാളും മുന്നേ ഞാൻ മീഷോ എന്ന് പറഞ്ഞ നിങ്ങളുടെ 1-2 ടോപ്പുകൾ കാണിക്കാമെന്ന് വിചാരിച്ചു. ഭാഗ്യത എനിക്ക് കിട്ടാൻ ഞാൻ വഴിയായിരുന്നു. അവിടെ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഞാനും ഇവിടെ നിന്ന് പ്രൊഡക്റ്റ് റിവ്യൂ പറയുന്നത്.
ഇതിലൊരെണ്ണം ഇട്ടിട്ട് പോവാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഇതിട്ടാലോ വാല. അങ്ങനെ നമ്മൾ നീണ്ട യാത്രയ്ക്ക് ശേഷം എത്തിയിരിക്കുന്നത് പൂങ്കുന്നത്തുള്ള ഗ്ലോയങ്ങിലാണ് കേട്ടാ. ഈ ഒരു ക്ലിനിക്ക് നിങ്ങൾക്ക് ആർക്കും പുതുമയുള്ളതല്ല അല്ലേ. ഞാനിവിടെ എൻ്റെ ഫ്രണ്ട് അഞ്ജലിനെ കാണാൻ കൂടിയാണ് കേട്ടോ വരുന്നത്. ആക്ച്വലി ഇവിടെ വർഷത്തിൽ ഒരിക്കലെങ്കിലും വന്നിട്ട് നമ്മുടെ ഹെയറിനെയും സ്കിന്നിനെയും വേണ്ടത്ര കെയർ കൊടുത്തില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ആക്ച്വലി ബ്യൂട്ടി, കോസ്മെറ്റിക്, പേഴ്സണൽ കെയറും വെൽനെസ്സും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ക്ലിനിക്കാണ് നമ്മുടെ ഗ്ലോയങ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ മാത്രമല്ല കൊച്ചിയിലും ഉണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നമുക്കിവിടെ ഒരുപാട് കെയറുകൾ വരുന്നുണ്ട്. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹൈഡ്ര ഫേഷ്യലുകൾ, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നും ഹെയറും റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് ഇവിടെ ഉണ്ട്. ബ്രൈഡലിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് കെയറുകൾ, നിങ്ങളിപ്പോൾ ഒരുപാട് പിമ്പിൾസ് വരുന്നവരാണ്, അല്ലെങ്കിൽ ഒരുപാട് മുടി കൊഴിയുന്നവരാണ്, ഡാൻഡ്രഫ് ഉള്ളവരാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള എല്ലാ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളും നമുക്ക് ഗ്ലോയങ്ങിൽ കിട്ടും കേട്ടോ. നമുക്ക് 2 ബ്രാഞ്ചാണ് ഉള്ളത്. ഒന്ന് തൃശ്ശൂരും അതുപോലെ തന്നെ കൊച്ചിയിലും. ഞാനിവിടെ സ്ക്രീനിൽ നമ്പർ എഴുതി കാണിക്കാം. നിങ്ങൾക്ക് ഏതിലാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അവിടെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാം കേട്ടോ. മാത്രമല്ല നമുക്ക് ഡോക്ടേഴ്സ് ഉള്ള കാരണം കൊണ്ട് തന്നെ നമ്മുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഒരു പ്രോബ്ലം കണ്ടെത്തി അതിന് സൊല്യൂഷൻ ചില സമയത്ത് നമുക്ക് വിറ്റാമിൻസിൻ്റെയോ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഹോർമോണുകളുടെ വേരിയേഷൻ മൂലം ആവാമല്ലോ നമുക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടാവുന്നത്. അപ്പോൾ പ്രോബ്ലം കണ്ടുപിടിക്കുക എന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കൺസൾട്ടിങ് ഡോക്ടേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിനി പോയിട്ട് അഞ്ജലിനെ കണ്ടാലോ. എനിക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഏറ്റവും അധികം കൂടുതൽ വരുന്ന കമൻറ്റാണടാ ഈ മൺസൂണിൽ വരുന്ന ഈ ഹെയർ ഫോള്, അതുപോലെ തന്നെ ഡാൻഡ്രഫ്, അതൊക്കെ നമ്മൾ എങ്ങനെയാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന പോലെ ടിപ്പൊക്കെ ഉണ്ടോ നമ്മുടെ കയ്യിൽ? നമുക്കിപ്പോൾ ഒരു മൺസൂൺ ആകുമ്പോൾ തന്നെ ഹ്യൂമിഡിറ്റി കൂടുതലോ ശ്രീ. അപ്പോൾ ആ ടൈമിൽ ഡേർട്ടും ഓയിൽസും സ്വെറ്റെല്ലാം സ്കാൽപ്പിൽ അടിഞ്ഞു കൂടാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ആ ടൈമിൽ നമ്മൾ ഡെയിലി ഇപ്പോൾ ഒരു ഷാമ്പു ചെയ്യുന്നവരാണെങ്കിൽ ഒരു ജെൻറ്റിലായിട്ടുള്ള ഷാമ്പു നമ്മൾ യൂസ് ചെയ്താൽ മതിയാവും. അതുപോലെ ഒരു ക്ലാരിഫയിങ് അല്ലെങ്കിൽ ഒരു ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബിൽഡപ്സ് സ്കാൽപ്പിലുള്ളവരൊക്കെ ആണെങ്കിൽ വീക്കിലി ട്വൈസ് അല്ലെങ്കിൽ ഒരു ത്രൈസ് ഇതുപോലെയുള്ള ഈ ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് ഒന്ന് സ്കാൽപ്പ് ക്ലീൻ ചെയ്ത് വെക്കാം. പിന്നെ മെയിനായിട്ട് ഈ ഒരു സ്റ്റൈലിംഗ് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പം ഈ ഒരു ഈ ഒരു ഡ്രയറൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. കാരണം ഈ ഒരു സീസൺ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഹെയർ ഭയങ്കര ഡ്രൈ ആക്കുന്നതാണ്. അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ ഒന്നും കൂടി ഒരു ഫ്രിസി ആവും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാം. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെറ്റ് ആയിട്ടുള്ള ഹെയർ ഒരിക്കലും ടൈ ചെയ്യാതിരിക്കുക. ഇതൊരു ഡാംപ് ആൻഡ് ഹ്യൂമിഡ് സീസൺ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ടൈ ചെയ്യുമ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻസ് വരാൻ, മീൻസ് സ്കാൽപ്പിലാണെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള ടെൻഡൻസി കൂടും. അതുപോലെ നമ്മൾ നൈറ്റ് കിടന്ന് ഉറങ്ങുന്നേക്കാളും മുന്നേ ഇപ്പോൾ രാത്രി തല കഴുകുന്ന അങ്ങനെ റൂട്ടീനുള്ളവരുണ്ടാവുമല്ലോ. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ആ ഹെയർ എല്ലാം ഡ്രൈ ആക്കിയതിന് ശേഷം കിടന്നുറങ്ങുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് എന്തെങ്കിലും നമ്മളിപ്പോൾ കഴിക്കുന്ന ഫുഡിലോ അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിലോ ഒക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു അല്ലേ? അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? നമുക്ക് നമ്മുടെ ബോഡിയിലെ പോലെ തന്നെ ശ്രീ ഹെയറിലേക്കും വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ എസെൻഷ്യലാണ്. നമ്മൾ എപ്പോഴും അത് കെയർ ചെയ്യണം. പക്ഷെ മൺസൂണിൽ കുറച്ചും കൂടി ഒരു എക്സ്ട്രാ കെയർ കൊടുക്കണം ആ കാര്യത്തിൽ. ഇപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ലിയൻ പ്രോട്ടീൻസ് ആണെങ്കിലും ഹെൽത്തി ഫാറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ ഫ്രൂട്ട്സിന് ഓപ്ഷൻസ് പറയുകയാണെന്ന് വെച്ചാൽ ഈ ബെറീസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സിട്രസ് ഫ്രൂട്ട്സ് ഇല്ലേ, ലെമൺ, ഓറഞ്ചസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അവക്കാഡോ അങ്ങനെയുള്ള എല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം ഫുഡിൽ. വെജിറ്റബിൾസ് ആണെങ്കിൽ നമ്മുടെ ചീര, അതുപോലെ സ്പിനാച്ച്, സ്വീറ്റ് പൊട്ടറ്റോസ്, അതിലൊക്കെ ബീറ്റ ലീഫി വെജിറ്റബിൾസ് ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ആ ഒരു ഹെയർ ഫോളിക്കൽ സെല്ലിനെ ഒക്കെ പ്രൊമോട്ട് ചെയ്യാനും അതിനൊന്ന് ഹെൽത്തി ആക്കി വയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ലീൻ പ്രോട്ടീൻ പറയുകയാണെങ്കിൽ അറിയാലോ, ചിക്കൻ, ഫിഷ്, എഗ് അങ്ങനെയുള്ള പ്രോട്ടീൻ കുറച്ചും കൂടി കണ്ടന്റ് ഉൾക്കൂടിയ. പിന്നെ നമുക്ക് ഹെൽത്തി ഫാറ്റ്സ് പറയുമ്പോൾ നട്ട്സ് ആൻഡ് സീഡ്സ് ആണ്. അതിൽ ആൽമണ്ട്സ്, ചിയാ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മൺസൂണിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഹെയർ ഫോൾ അതുപോലെ ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസ് ഒക്കെ നമുക്ക് നന്നായി കൺട്രോൾ ചെയ്യാൻ പറ്റും. അതല്ലാതെ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ്, ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും വൈറ്റമിൻ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫുഡിലൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു പരിധിവരെ നന്നായി ഹെയർ ഫോൾ എല്ലാം കൺട്രോൾ ചെയ്യാം. എല്ലാവരും ഈ ഫുഡിൽ ഇപ്പോൾ എന്താ അത്ര ഇമ്പോർട്ടൻറ്റ് ഹെയർ എന്ന് ഒരു തിങ്കിങ് വരും. പക്ഷെ അങ്ങനെയല്ല. ഇതിലൊക്കെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ ഹെയറിൽ കാണാൻ പറ്റും. അത് കൂടാതെ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും വൈറ്റമിൻസിൻ്റെയോ മിനറൽസിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി അവർ ക്ലിനിക്കിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റണം. നമ്മളൊന്ന് അവരുടെ അടുത്ത് കൺസൾട്ട് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം.
അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് എല്ലാം പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻടേക്ക് ചെയ്താൽ മാറാവുന്നേ ഉള്ളൂ. അതിലും മാറാത്തതൊക്കെയാണ് നമുക്ക് ഒരുപാട് ഹെയർഫോളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടും കൂടി കമ്പയർ ചെയ്ത് സപ്ലിമെൻറ്റ്സ് പ്ലസ് ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ പോകേണ്ടി വരും. PRP, GFC, അതുപോലെ ആൻറ്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ്സും അതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്കിവിടെ എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ. വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആൾ പറഞ്ഞിരുന്നത് കേട്ടോ. നമ്മൾ പുറമേ നിന്ന് എത്രയൊക്കെ കെയർ കൊടുത്താലും നമ്മൾ ഉള്ളിൽ നിന്ന് കൊടുക്കുന്ന ഭക്ഷണം, ഉള്ളിലേക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ചിരിക്കും നമ്മുടെ സ്കിന്നിൻ്റെയും അതുപോലെ നമ്മുടെ ഹെയറിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിക്കുക, ഒരുപാട് വെള്ളം കുടിക്കുക, നന്നായിട്ട് ഉറങ്ങുക, അതൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വന്നിരിക്കുന്നത് വളരെ പേഴ്സണലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് നാളത്തെ, ഞങ്ങൾ പറഞ്ഞില്ലേ ഒരുപാട് നാളത്തെ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫൈനലിൽ എത്തിയിരിക്കുന്നത് ഒരു ലേസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ ചുണ്ട് ഭയങ്കര ഡാർക്കാണ്. ഡാർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെനറ്റിക്സ് ആണ്, അത് എത്രമാത്രം മാറ്റാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ആൾ പറയണു നല്ല രീതിയിലുള്ള ഒരു ചേഞ്ച് ഉണ്ടാവും എന്നുള്ളത്. 1-2 സിറ്റിങ്ങിലല്ല, കുറച്ചധികം സിറ്റിങ്ങിൽ. അപ്പോൾ നമ്മൾ കാർബൺ ലേസർ ട്രീറ്റ്മെൻ്റ് ആണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഹെയറിൽ ഞാനൊരു ആൻറ്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റും കൂടി എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ മെയിൻലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. ഇത് നമുക്ക് മുഖത്ത് ഏതൊക്കെ ഭാഗങ്ങളിൽ ഇതുപോലെ പിഗ്മെൻറ്റേഷൻ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. മുടിയും ഹെയറും റിലേറ്റഡ് ആയിട്ട് ഏതെല്ലാം പ്രോബ്ലംസ് നിങ്ങൾക്കുണ്ടോ അവിടെ അതിനൊക്കെയുള്ള റെമഡീസും സൊല്യൂഷൻസും ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചെയ്തത് ഇതാണെന്ന് മാത്രം. ഒരു സിറ്റിങ്സിൽ ഞാൻ പറഞ്ഞില്ലേ ഒന്നും ആവില്ലാന്ന്. അപ്പോൾ നമുക്ക് ഇനിയും വരേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ കുറച്ച് അപ്ഡേഷൻസ് വഴിയെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു കേട്ടോ. ലിപ്സ്റ്റിക്കിന് ഇത്രയും വലിയ സ്ഥാനമുണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അറിഞ്ഞത് ഇപ്പോഴാണ് ഇത് കഴിഞ്ഞപ്പോൾ. കാരണം ലിപ്സ്റ്റിക്ക് ഇടാണ്ട് കണ്ടോ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഡ്രൈ ആണ്, ഒരു വാഷ് ഔട്ട് ചെയ്ത ഫേസ് പോലെ ആവും. ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും, അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക ഒരു എവിടുന്നോ ഒരു കോൺഫിഡൻസ് അങ്ങോട്ട് വരും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റാണ് കഴിഞ്ഞത് കേട്ടോ. ഇതുപോലെ നമ്മളൊരു 6 to 7 സിറ്റിങ്സ് ഇരിക്കുമ്പോഴാണ് വിസിബിളായിട്ടുള്ളൊരു ചേഞ്ച് വരുള്ളൂ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഞാൻ നല്ല പിഗ്മെൻറ്റഡ് ആണ്. ഇത് ജെനറ്റിക്സ് ആണ്. പക്ഷേ ജെനറ്റിക്സ് പോലും ചില സമയങ്ങളിൽ ലേസറൊക്കെ അടിച്ചിട്ട് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റുമെന്നാണ് അവർ പറയണത്. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടായിരുന്നു ഈ കളർ കാരണമുണ്ട്. അപ്പോൾ ഇനി 7 സിറ്റിങ്സ് കഴിയുമ്പോഴേക്കും മാറ്റങ്ങൾ വരും. അവർ സിറ്റിങ്സിൻ്റെ സമയമാകുമ്പോൾ നമ്മളെ വിളിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. അതായത് എപ്പോഴൊക്കെയാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുന്ന് നമുക്ക് കോള് വരും. അപ്പോൾ നമ്മൾ വന്നാൽ മതി. അപ്പോൾ ഇതാണ് ഫൈനലായിട്ട് നമ്മുടെ ഇന്നത്തെ ട്രീറ്റ്മെൻറ്റ്. ഇതൊന്നുമല്ല, ഇത് ജസ്റ്റ് ഒരു 10% ആണ്. ഇതിന് 100ലേക്ക് എത്തണം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് പോവാണ്. അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷങ്ങൾ വീട്ടിൽ ചെന്നിട്ട് പറയാം. ജീവിതത്തിൽ മാറ്റാൻ പറ്റില്ല എന്ന് നമ്മൾ കരുതി വെച്ചിരുന്ന പല കാര്യങ്ങൾക്കും ടെക്നോളജി മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നു തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ചധികം സിറ്റിങ്സിലൂടെ എനിക്കും വലിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു കോൺഫിഡൻസ് ആണല്ലേ നമ്മുടെ മുഖത്തെ, നമ്മുടെ ചിരി, അതുപോലെ നമ്മുടെ ചുണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഫോളോ അപ്പ് ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി വീട്ടിൽ പോയാലോ. തൃശ്ശൂരിൽ നിന്ന് വന്നപ്പോൾ നേരം വൈകി. ആള് ചുണ്ടുമ്പോൾ എന്തൊക്കെ പരിപാടിയൊക്കെ കാണിച്ചിട്ടാ വന്നത്. ഇതിപ്പോ ശരിയാവില്ല ചേട്ടാ. മുത്തേ എത്ര ദിവസം ചുരുങ്ങിയതൊരു 7 സിറ്റിംഗ് എങ്കിലും വേണം. അതായത് 7 മാസം, എന്നാലാണ് കാര്യമായ ചേഞ്ച് വരുള്ളൂ. 7 മാസം പോകണം. അതായത് നമ്മളിത് ഇപ്പൊ എന്റെ ലിപ്പിന്റെ പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ബൈ ജെനറ്റിക്സ് ആണ്. എനിക്കത് അച്ഛന്റെ ചുണ്ട് കണ്ടിട്ടില്ലേ, അച്ഛന്റെ അമ്മായിയുടെ ഒക്കെ ചുണ്ട് കണ്ടിട്ടില്ലേ, അതൊക്കെ നല്ല ഡാർക്ക് അല്ലേ. അല്ലാതെ വലിയ പ്രശ്നമൊന്നുമില്ല. മുത്തിന് വലിയ പ്രശ്നം, മുത്തിന് തോന്നുന്നു. എന്നോട് പറഞ്ഞു, ഞാൻ ചേട്ടാ ലിപ്സ്റ്റിക് ഇടാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പറയുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ നേട്ടൻ തന്നെ പറയാറില്ല എൻ്റെ അടുത്ത്. പക്ഷെ എൻ്റെ മനസ്സിന്റെ ഒരു തോന്നലാണ് ഇതിങ്ങനെ ചുമന്നിരുന്നാലാണ് ഭംഗിയുള്ളൂ എന്ന്. അതാരും ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ എൻ്റെ പോലെ ഒരു കോൺഫിഡൻസ് കുറവ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ചെയ്യാന്ന് മാത്രം. ഇപ്പൊ പല സാങ്കേതിക വിദ്യകളും അതിന് നിലവിലായി ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ജസ്റ്റ് ചെയ്തു എന്നുള്ളൂ കേട്ടോ. ഇതിപ്പോ കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ചുണ്ടുമ്പോ എന്നൊന്നും. പിന്നെ ഇപ്പൊ ലിപ്സ്റ്റിക് ഒക്കെ എപ്പോഴും ഇടാനൊക്കെ ഇതായ കാരണം കൊണ്ട്, ഞാനത് മറക്കണ കാരണം കൊണ്ടൊക്കെ ഞാൻ പറഞ്ഞെങ്ങനെ ഫലിപ്പിക്കുന്നത് എനിക്കറിയില്ല. നമ്മുടെ കാര്യത്തേക്ക് കിടക്കാന്നില്ലേ. അപ്പൊ നമ്മളത് കഴിഞ്ഞു. അത് 7 സിറ്റിംഗ് ഒക്കെ കഴിഞ്ഞാലാണ് വിസിബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ വരുള്ളൂ. പക്ഷെ തലയിലത്തെ ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറും കേട്ടോ. ഞാനൊരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ പെട്ടെന്ന് മാറും. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വന്നപ്പോൾ കുറേ വൈകി, വരുന്ന വഴിക്ക് ഭാഗ്യം കാറ് കഴുകാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സ്റ്റുഡിയോയിലൊക്കെ കയറി. പിന്നെ ആൾ കുറേ എവിടെ സൂപ്പർ മാർക്കറ്റ് കണ്ടാലും ഭാഗ്യം അവിടെ കയറും. എന്നിട്ട് അവിടുത്തെ പച്ചക്കറി സെക്ഷനിൽ പരതും എങ്ങനെയാണ് നമുക്ക് എങ്ങനെ അവിടെ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ കയറി വന്നപ്പോഴത്തേക്കും അവിടുത്തെ കച്ചവടം പിടിക്കാൻ പറ്റുമെന്ന് നോക്കാറുണ്ട്. അവരെവിടെന്നാ സപ്ലൈ, അവർക്ക് എവിടെന്നാ വരുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവർ ചിലപ്പോൾ നമുക്ക് ഓർഡർ തരും, അല്ലെങ്കിൽ ബിസിനസ് സംസാരിക്കും. ചിലപ്പോൾ അങ്ങനത്തെ സാഹചര്യം ഉണ്ടാവാറില്ല. അങ്ങനെ കുറെ കിട്ടിയിട്ടുണ്ടല്ലേ നമ്മൾ വെറുതെ കയറിപ്പോയി. പിന്നെ
അപ്പോൾ അപ്പോൾ നമ്മൾ കഞ്ഞിയും എന്നിട്ടാ കഞ്ഞിയും നമുക്ക് ഞണ്ടും അതുപോലെ ചെമ്മീനൊക്കെ ആയിരുന്നു ഇന്നത്തെ കറി. അത് ഭാഗ്യം കഴിക്കില്ല, ഭാഗ്യന് ഞണ്ട് ഇഷ്ടമില്ല, ഭാഗ്യന് മറ്റേ പിച്ചി പറയുന്ന സംഭവം പിടിക്കില്ല. ഞണ്ട് കുറെ കാലമുള്ള ജീവിയെ. അപ്പോൾ ഒരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്, അതൊന്ന് ഇതെന്തിട്ട് സാധനം മോനെ? എനിക്കറിയില്ല എന്തെങ്കിലും ആവശ്യമുള്ളതാവും. ഞാൻ ആവശ്യമുള്ളത് മാത്രമേ മേടിക്കാറുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് വരും ഇവിടെ ഇങ്ങനെ ഓരോന്നേ. ഇടയ്ക്കിടയ്ക്കല്ല എന്നും. ഇവിടെ നിന്നൊന്നും നമുക്ക് കടയിലൊന്നും പോയി മേടിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഈ അൺബോക്സിങ് ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് ഓരോരോ പ്രൊഡക്റ്റ് ചേച്ചിമാർ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചിരുന്നു, ഇത് മേടിക്കുന്നു പറഞ്ഞിട്ട് ഞാനൊക്കെ അത് മേടിക്കുകയും ചെയ്യും. ഇതെന്തിട്ടാ മോനെ? തോക്കാ? രണ്ടാളും ഒരുമിച്ച് തോക്കാണോ ഇത്? തോക്കൻ ഇത് നമ്മുടെ മറ്റേ സാധനം. എന്തിട്ടാ? ഭാഗ്യ നിങ്ങൾ ഓ ചിരവ രക്ഷപ്പെട്ടു. ഞാൻ രക്ഷപ്പെട്ടു. ചിരവ മാത്രല്ല മൊത്തത്. മോനറിയാറുന്നില്ലേ ചിരവേണെന്ന്? അല്ല ഏതാ വരികയെന്നറിയില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് കുറെ സാധനങ്ങൾ പറഞ്ഞല്ലേ? കൊറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ട്യൂൻമെന്നാ. ഇതെനിക്ക് ചേച്ചിമാര് ഈ സാധനമല്ല എനിക്ക് അയച്ചു തന്നെ. ആക്ച്വലി ഇതല്ല അയച്ചു തന്നെ. എനിക്ക് കാണിച്ചു തരാട്ടാ, വിശദമായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ കഞ്ഞിയും പയറും ഞാൻ അപ്പം ഉണ്ടാക്കിയത് ഇടിയപ്പം എന്തെങ്കിലും ഉണ്ടാക്കും. കാരണം ഞണ്ടും ഇത് അടിയിൽ പിടിപ്പിക്കാൻ. ഇത് ഇനി ഞാൻ നൂലപ്പം ഉണ്ടാക്കുമ്പോഴും നിങ്ങളെ വിളിക്കില്ല വൈകിയ നൂലപ്പം ഉണ്ടാക്കാൻ. ഞാൻ വിശദമായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അല്ലാതെ ഇത് ഇവിടെ ഇത് ഇവിടെ മൊത്തം വെക്കാൻ. ആക്ച്വലി ഇത് നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ വെക്കാനായിട്ടൊരു സ്പേസ് ഉണ്ടായില്ല. ഇപ്പോഴും ഇല്ല. ഇതാ ടൈലുമ വെച്ചാൽ അത് പിടിക്കുന്ന ഉറപ്പുണ്ടോ? ടൈലുമ എവിടെ എങ്ങനെയെങ്കിലും വെക്കണത്. കബോർഡിന്റെ അവിടെ ഒന്നും നമുക്ക് സ്പേസ് ഇല്ല. എല്ലായിടത്തും കബോർഡുകളല്ല വെച്ച് ടൈറ്റ് ചെയ്യണം. പക്ഷെ അത് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ കണ്ട അവിടെ അതുണ്ട്. പക്ഷെ എന്നാലും പൊട്ടിയാലോ വലിയ അമർത്തുമ്പോ. അതിന് ചേട്ടനല്ലല്ലോ ഞാനല്ല എന്നെ തിരുമ്മാൻ പോണു എന്ന് പറയുന്ന ചെരവാൻ. ഇത് നമ്മുടെ മറ്റേ സാധനം. ഇത് സേവനാഴി വെക്കാനുള്ള സാധനം. സേവനാഴി എന്ന് പറയുന്നത് ആ ഇടിയപ്പം ഉണ്ടാക്കുന്ന സാധനം. ഇത് ചിരവയ്ക്കുള്ള സംഭവം. 599 രൂപ. ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. ആമസോണിൽ നിന്നാണ് നമ്മൾ മേടിച്ചത്. ഇവിടെ ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, ഒരു റബ്ബറിൻ്റെ മൂർച്ചയുള്ള ചിരവായിരിക്കും. ചേച്ചിക്ക് വീട് പണിക്ക് ഒരെണ്ണം മേടിക്കണം. ഞാൻ പ്രസന്റ് ചെയ്യുന്നത് ചേച്ചിക്ക് ഇതാ 600 രൂപ. ഇതും എങ്ങനെ ഒറ്റ സാധനം ഇതൊക്കെ ഞാൻ എടുത്തിട്ട് വരാം കേട്ടാ. അത് തുറക്കുമുത്തേ. ഓ ഇതുമ്മ വെച്ച് തിരിക്കാനല്ലേ? ഓക്കെ അപ്പൊ എടുത്താൽ എനിക്ക് ചേട്ടൻ്റെ സഹായം വീണ്ടും വേണ്ട. അത് ഇതുമ്മ ഇരുന്നോട്ടെ, കഴുകണ്ടല്ലേ? നിന്നിവിടെ ഇടുക. ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് നിങ്ങളെ ആശ്രയിക്കാണ്ട് കണ്ടാമത്തെ. ഞങ്ങളെ ആശ്രയിക്കുന്നല്ലേ? മറ്റേ ജയഹേല കണ്ടില്ലേ? അമ്മാമ അതിങ്ങനെ അമർത്തണണ്ടില്ലേ? അമ്മാമയല്ല വല്യമ്മ. ആള് കേക്കണ്ടായിരുന്നോ കൊല്ലും ചെറുപ്പക്കാരികള്. കണ്ടില്ലേ ഇങ്ങനെ പിടിക്കണ്ടില്ലേ? രാജേഷിന് തോരണ മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയാട്ടാ. ഇനി പ്രസന്റേഷനൊക്കെ അതന്നെ ഇങ്ങനെയൊക്കെ മേടിച്ചു കൊടുത്തോളാം. ഇറങ്ങി തുടങ്ങിയിട്ടുള്ളതെന്ന് തോന്നുന്നു നമുക്ക്. അല്ല ഈ സാധനം ഉണ്ട് പണ്ട് തൊട്ടേ. ഇതടക്കം വരുന്നത് ഉണ്ടായില്ല. ഇതടക്കം വരുന്നതുണ്ട്. കണ്ടില്ലേ? മനസ്സിലായില്ലേ? ഇപ്പൊ ചെരവ പ്ലസ് നമ്മുടെ നുൽപ്പൂട്ടിന്റെ ഇത് ഇപ്പൊ നമുക്ക് വീട്ടിൽ ഫിറ്റ് ചെയ്താലോ. ഇനി ഇത് അടുക്കളയിൽ ഒരു പ്രൈസ് കണ്ടുപിടിക്കണം. ഇത് എവിടെ വെക്കുന്നു? ഇതിപ്പോ വെക്കാനേ സ്ഥലമില്ല. കാരണം നമ്മുടെ ഒക്കെ കബോർഡുകളല്ലേ? കബോർഡുകൾ ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കബോർഡ് തുറക്കാൻ പറ്റില്ല നമുക്ക്. ഈ ഭാഗം ഇങ്ങനെ ഇവിടെ ടൈറ്റായിട്ടിരിക്കും. ഈ ഭാഗം തടസ്സമല്ലേ? അപ്പോൾ ഇത് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെക്കാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ മേടിച്ചിട്ട് കാര്യമുള്ളൂ. വീണ്ടും ഞാൻ നാളികേരം ചെറുകേണ്ട അവസ്ഥയാണ് അല്ലേ? എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ നമുക്കൊരു സ്പേസ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട്. സ്ഥലമല്ലടാ എൻ്റെ ഇന്നത്തെ വീണ്ടും കഞ്ഞിയും പയറും. നമ്മുടെ വീട്ടിൽ വെക്കാൻ സൗകര്യമില്ലാത്ത കാരണം നമ്മളൊരു പലകേമ സെറ്റ് ചെയ്തിട്ട് വെക്കാന്നാണ് പറയുന്നത്. തൽക്കാലം ഇടയ്ക്കിടയ്ക്ക് ഊരി വയ്ക്കണം. ഉപയോഗം കഴിഞ്ഞു സംഭവം ചെയ്തുകൊണ്ട് പണിയുണ്ടോ? കുഞ്ഞു ചുറ്റിക മതിയാ. നമ്മളിങ്ങനെ ഇരുന്ന് തൃശ്ശൂർ ഭാഷയിൽ വർത്തമാനം പറയണത് കേൾക്കുന്നത് വളരെ കുറവാണല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഒരുപാട് പേര്
പറയുകയും ചെയ്തു ശ്രീ ശബ്ദം ഒട്ടും വിസിബിൾ അല്ല, ഭാഗ്യം പറഞ്ഞതൊന്നും കേട്ടില്ല എന്ന്. അപ്പോൾ ഇന്ന് ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ട്, ഇന്ന് ഞാൻ പറഞ്ഞതൊക്കെ കേട്ടില്ലേ. അങ്ങനെ ഫൈനലി ഞങ്ങളൊരു ഐഡിയ കണ്ടുപിടിച്ചിട്ടായത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേ കണ്ടോ, തൽക്കാല സെറ്റപ്പ് ശരിയാക്കി. അപ്പോൾ തൽക്കാലത്തെ സെറ്റപ്പ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ എന്താ പറയുക കട്ടിംഗ് ബോർഡുമായി സെറ്റ് ചെയ്തെടുത്തത്. നമ്മൾ എന്നും കാണുന്ന ആ കാർഡ് ഉണ്ടല്ലോ, വർണ്ണമനോഹരമായ കാർഡ്, അതാണ് ഇങ്ങനെ ഒരു കറുപ്പ് കളറുള്ള കർട്ടട്ട പോലെ നിൽക്കുന്നത് കേട്ടോ. എന്റെ ചെറുപ്പത്തിൽ വൈകുന്നേരം പുറത്തിറങ്ങാനൊക്കെ പേടിയുണ്ടായിരുന്നു. അച്ഛൻ പുറത്താക്കുന്നുണ്ട് ഇത് ചെയ്യാറപ്പോൾ. അച്ഛൻ കള്ളൊക്കെ കുടിച്ച് വഴക്കുണ്ടാക്കുമ്പോൾ ചേട്ടൻ എന്ത് ചെയ്യും? ഞാൻ പുറത്ത് പോയിട്ട് ആദ്യമൊക്കെ പാപ്പന്മാരുടെ വീട്ടിൽ പോയി കിടക്കും. പിന്നെ ഒരു 7ാം ക്ലാസ്സൊക്കെ എത്തിയപ്പോൾ പിന്നെ അങ്ങോട്ട് പോക്കൊക്കെ നിർത്തി. മുറ്റത്ത് തന്നെ ഒരു മാവുണ്ടായിരുന്നു, ഒരു കശുമാവ്, വലിയ മാവാ. അതൊന്ന് കയറി അവൻ്റെ കവരയിൽ ഇരുന്ന് ഉറങ്ങും. വീഴാണ്ട് ഈ ഒരു സൂത്രവിദ്യ ഉണ്ടായിരുന്നു. അതേടെ പണ്ടത്തെ വീടുകൾ പറഞ്ഞിട്ടുണ്ട്. മുണ്ട് അഴിച്ചിട്ടേ നമ്മുടെ ഈ കയ്യുമ്മ കെട്ടും, എന്നിട്ടൊരു കവരയെ കൂടെ ഇട്ടിട്ട് ഈ കയ്യുമ്പം കെട്ടും. ഇങ്ങനെ വീടില്ലോ, കാരണം 2 കാലും ഒരു കവരമല്ല ഇരിക്കുന്നുണ്ടാവുക. മറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം അത്. കറക്റ്റ് ആ മാവിന് അങ്ങനെ കറക്റ്റ് പൊസിഷനിൽ ഒരു കൊമ്പ് വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ നാളികേരം ഭാഗ്യം ഞാൻ കിണ്ണെടുത്തിട്ട് വരാട്ടാ. എന്നോട് ചോദിക്കാറുണ്ട് ചേച്ചിമാർ, പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാവാറുണ്ടോന്ന് ശ്രീ, പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാവാറുണ്ടോ ശ്രീ എന്ന് ചോദിക്കാറുണ്ടേ. അപ്പൊ ഞാൻ അതിനുള്ള മറുപടിയാണിത്. ഭാഗ്യം എന്നോട് പറയാറുണ്ട് ഇവിടെ ഒന്നിനും പേടിക്കാനില്ല. കൊണ്ടുവച്ചിട്ടുണ്ട്, ഇവിടെ കൊണ്ടുവന്ന് വെക്കാം, നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാട്ടോ സൗകര്യാർത്ഥം. ഇതങ്ങനെ ഊരുമോനെ, ഇതിന് സ്ക്രൂ വേണം. ഇത് വേണ്ടേ? ആ അങ്ങനെ കിട്ടൂലേ, കൈ പോയേനെ ദൈവമേ. എളുപ്പമുണ്ടോ? ഇതിൻ്റെ ഉള്ളിലൊരു തുണി ഇടണം മോനെ, അല്ലെങ്കിൽ കറകറന്ന സൗണ്ട് വരും. മറ്റേത് ഊരി വയ്ക്കണോ? ഏത്? മറ്റേതാണ്. ഏയ് അത് ഊരി വയ്ക്കേണ്ട ആവശ്യമില്ല. മുട്ടുവേദനയുള്ളവർക്കൊക്കെ, കാലിൻ്റെ മുട്ടുവേദനയുള്ളവർക്കൊക്കെ നല്ലതാട്ടോ. പിന്നെ ഇങ്ങനെ ഇരുന്നിട്ടുള്ള ഒരു ആയാസമില്ല, ഇത് സിമ്പിളായിട്ട് ചെയ്യാം. ഇത് സിമ്പിളായിട്ട് ചെയ്യാം. നാളേരം ചെറുക്കാൻ വിളിക്കില്ല, ഇനി പൊളിക്കാനേ വിളിക്കുള്ളൂ. പൊളിക്കല് ഞാൻ തന്നെ പൊളിക്കുകയൊക്കെ ചെയ്യും. സുഖല്ലേ? പക്ഷെ അതുമ്പോ ഒന്ന് ചാരി നിന്നാൽ തിരി കൂടെ ഉറപ്പായി ഇളകില്ല. പോ എന്റെ വീട്ടിൽ നിന്ന് പോകുന്ന കല്യാണം വൈകൂട്ട ഭാഗ്യ. കല്യാണം വൈകുന്ന മാത്രമല്ല, കല്യാണത്തിന് പെരുമഴ പെയ്യും. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത പണി ചെയ്ത് തന്നെയും കൂടി ബുദ്ധിമുട്ടിപ്പിക്കല്ലേ ഗൈസ്. നമ്മളങ്ങനെ ഇത് ഒരു പരിപാടി കഴിഞ്ഞു കേട്ടാ. നാളെ ചിരക്കില്ല, നമുക്കിനി അപ്പം ഉണ്ടാക്കി നോക്കാം. എന്തായാലും കഞ്ഞിയാണോ? എന്തായാലും അപ്പത്തിനേക്കാളും നല്ലത് കഞ്ഞിയാണ്. കഞ്ഞി ഇരിക്കണ്ട, ഉണക്കമീൻ കിട്ടുമോ നോക്കാം. ഭാഗ്യനോട് ഞാൻ ചുമ്മാ പറഞ്ഞതാട്ടോ, ഭാഗ്യൻ്റെ ആവശ്യത്തിന് വരില്ല എന്ന്. പക്ഷേ എനിക്ക് ഇതുമ്മ നിന്ന് നാളികേരം ചിരകിയാലും ഷോൾഡർ പെയിൻ വരാറുണ്ട്. പക്ഷേ സംഭവം അടിപൊളിയാണ് കേട്ടോ. അതിനെ ഇങ്ങനൊരു സെറ്റപ്പിൽ ചെയ്ത് തന്നപ്പോൾ അതിനെ ഫിറ്റ് ചെയ്യാനും കുറച്ച് അടിപൊളിയായിട്ടുണ്ട്. ചേച്ചിമാരെ എന്നോട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ സേവനാഴി ഇതുമ്പോൾ ഫിറ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ താഴെ ഇരുന്നിട്ടാണല്ലോ ഓൾറെഡി നാളികേരം ചിരകുന്നത്, എന്നാൽ പിന്നെ രണ്ടും കൂടി അറ്റാച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്, രണ്ടും കൂടി ഉള്ളത് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഭാഗ്യം നമ്മുടെ നാണിയേട്ടൻ്റെ കടയിൽ നിന്ന്, കൃഷ്ണൻ്റെ കടയിൽ ഉണക്കമീൻ കിട്ടാത്ത കാരണോട് നാണിയേട്ടൻ്റെ കടയിൽ നിന്ന് ഉണക്കമീൻ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോഴും ആൾക്ക് കഞ്ഞി കുടിക്കണം എന്നുള്ള കലശലായ ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ പച്ചവെള്ളം കുഴച്ച് ഉണ്ടാക്കുന്ന നമ്മുടെ ഇടിയപ്പം ഉണ്ടല്ലോ, അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ. ചൂടുവെള്ളമൊക്കെ കുഴച്ച് വെക്കുമ്പോഴേക്കും പാതിരാത്രിയാവും. അത് കാരണം നമ്മളിന്ന് പച്ചവെള്ളത്തിൽ കുഴയ്ക്കാവുന്ന പൊൻകതിറിൻ്റെ ആ ഒരു പൊടി ഉണ്ടല്ലോ, അതിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. എന്നോട് ചോദിച്ചു ശ്രീ എവിടുന്നാണ് ഈ സംഭവം മേടിച്ചതെന്ന്. അതായത് എന്താടാ നമ്മുടെ ഈ ഇഡ്ഡലി തട്ട്, അത് നമുക്ക് ഇൻഡസ് വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ് കേട്ടോ. നല്ലതാണ്, അത് അടിപൊളിയാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒരുപാട് പ്ലേറ്റുകളും അതുപോലെ എന്താ പറയുക തട്ടുകളും ഒക്കെ ആയിട്ട് കുറേ വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിൽ. അങ്ങനെ ഫൈനലി നമ്മൾ ആരുടെയും സഹായം കൂടാതെ ഇടിയപ്പം വളരെ ഗംഭീരമായി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ് സുഹൃത്തുക്കളെ, ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ആരും വിളിക്കേണ്ടതെന്ന്. ആക്ച്വലി എണ്ണ പുരട്ടെ കൈകൊണ്ട് ഇതുമിട്ട് കറക്കുമ്പോഴാണ് ആ ഒരു പ്രശ്നം വരുന്നത്. ഇത് ഒരു പ്രശ്നവുമില്ല, നമ്മൾ 1-2 വട്ടം നമ്മൾക്ക് ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഇളക്കം ഫീൽ ചെയ്യും. പിന്നെ നമ്മളത് മനസ്സിലാക്കി
മനസ്സിലാക്കും നടുവിൽ വെക്കണം സേവനാഴി, എന്നാലാണ് അതിങ്ങനെ ഇളകാതിരിക്കുള്ളൂ എന്നൊക്കെ ഫൈനലി മനസ്സിലാക്കി വന്നപ്പോഴേക്കും എൻ്റെ ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ പ്രൊസീജിയറെ അവസാനിച്ചിരുന്നു കേട്ടോ. ഇനി നമുക്ക് എന്നെന്നും കാലത്ത് ശ്രീകുട്ടന് വെജ്, ഞാൻ പറഞ്ഞില്ലേ വെജ് റെസിപ്പീസ് മാത്രമേ ഇവിടെ അലൗഡ് ഉള്ളൂ എന്ന്. അപ്പോൾ അട എന്നതിൻ്റെ ഒപ്പം ഞാൻ കൂട്ടി ചേർത്തു നമ്മുടെ ഇടിയപ്പം എന്നതും കൂടി. പിന്നെ ഇടിയപ്പത്തിൻ്റെ കറി ആണ് പ്രശ്നമായിട്ട് വരിക. ശ്രീകുട്ടനാണെങ്കിൽ നമ്മുടെ നാളികേരം പാല് കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം. പിന്നെ ചിക്കനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ, ഇപ്പം നാളികേരം പാലും ചിക്കനും സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റാത്ത കാരണം കൊണ്ട് നമ്മൾ കുറുമിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഇനി ഇത് എവിടെയെങ്കിലും എടുത്ത് വെക്കാനും എളുപ്പമല്ലേ, സംഭവം സിമ്പിളാണ്. കുട്ടുമണി പഞ്ചാര കുട്ടുമണി അമ്മേന്റെ കുട്ടുമണി. എത്രയ്ക്കൊക്കെ വളർന്നാലും അവരിപ്പോഴും നമ്മളെ കുഞ്ഞു വാവകളാണ് അല്ലേ. അപ്പോൾ ഞാൻ ശ്രീകുട്ടൻ്റെ ചെറുപ്പത്തിൽ പാടിക്കൊണ്ടിരുന്നൊരു പാട്ടാണ്. അപ്പോൾ ആളിപ്പോഴും ആളെ കാണുമ്പോഴും ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് അമ്മേരെ മുത്താണ്, അമ്മേരെ ചക്കര പൊന്നാണ്, ആ ഒരു പാട്ടാണ് പാടുക. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അത് തന്നെയാണ് പാടിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഞാൻ പാടി തുടങ്ങുമ്പോഴേ ഇപ്പോൾ ശ്രീകുട്ടനാണ് അത് അവസാനിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആലോചിക്കുക അങ്ങനെ കുഞ്ചിക്കൻ്റെ പ്രായമൊക്കെ കഴിഞ്ഞു എന്ന്. ചില നേരത്ത് ഞാൻ ഭാഗ്യൻ്റെ അടുത്ത് കൊഞ്ചുമ്പോഴും അല്ലെങ്കിൽ ഞാൻ ശ്രീകുട്ടൻ എൻ്റെ അടുത്ത് കൊഞ്ചുമ്പോഴൊക്കെ അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്നർ ചൈൽഡ് ഉണ്ടല്ലോ പുറത്തു വരുന്നതാണ്. എല്ലാവരുടെ മനസ്സിലും ഉണ്ട് അത് ആസ്വദിക്കാൻ പറ്റുന്നതേ വലിയ ഭാഗ്യം. അപ്പം അങ്ങനെ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കിയാൽ കഞ്ഞി കുടിക്കാനുള്ള അതിയായ മോഹം കാരണം കൊണ്ട് നമ്മൾ ചമ്മന്തി അരക്കുകയാണ്. അതായത് ചെറുള്ളിയും സവോളയും നമ്മൾ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊരു ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഉണക്കമ്മീൻ വറുത്തത് അവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. വെറുതെ നമ്മളൊന്നും ചെയ്തിട്ടില്ല, മുളകൊന്നും ഇട്ടിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വറുത്തെടുത്തേ ഉള്ളൂ. അതിൽ കുറച്ച് പുളിയും വറ്റൽമുളകും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നപ്പോൾ മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ചമ്മന്തി. പണ്ട് നമ്മുടെ സ്കൂൾ ചോറും പാത്രത്തിൽ വായിൽ വെള്ളം വരുന്നത് കണ്ടപ്പോൾ, പണ്ട് നമ്മുടെ സ്കൂൾ ചോറും പാത്രത്തിലത്തെ സ്ഥിരം അതിഥിയായിരുന്നു ഇവൻ. പക്ഷേ ഇപ്പം അതൊക്കെ നഷ്ടമാണെന്ന് വേണമെങ്കിൽ പറയാട്ടോ. പക്ഷെ ഇവിടെ നഷ്ടമൊന്നുമല്ല, കഞ്ഞി ഉണ്ടാക്കുന്ന ദിവസം എന്തെങ്കിലും ഇങ്ങനത്തെ രീതിയിലുള്ള ചമ്മന്തികൾ ഉണ്ടാവും. ഇതാകുമ്പോൾ കുറേ ദിവസമൊക്കെ ഇരിക്കും, ഒരാഴ്ചയൊക്കെ കേടുകൂടാതെ പുറത്തന്നെ ഇരിക്കും, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട. അതൊന്ന് ഉരുട്ടി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് കടുമാങ്ങച്ചാറ്. എൻ്റെ പൊന്നോ, അത് വരുമ്പോൾ അത് തുറക്കുമ്പോഴുള്ളൊരു മണം ഉണ്ടല്ലോ, അതും പിന്നെ ആ ഒരു നമ്മുടെ ഉണക്കമീനും കൂടി ആകുമ്പോഴേ വേറെ എന്തിനാ സാറ് 100 വിഭവങ്ങൾ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഡിന്നർ കേട്ടോ. അപ്പോൾ ശ്രീകുട്ടൻ്റെ ഭാഗ്യനും ഞാനും ഏട്ടനും ഒക്കെ ഇരുന്ന് ഒരുമിച്ച് കുറേ നാളുകൾക്ക് ശേഷം ഡിന്നർ കഴിച്ചു. അല്ലെങ്കിൽ 3 ആൾ 3 നേരത്തെ ആവാറ പതിവ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിക്കണം. അടുത്ത വ്ളോഗിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ശ്രീജ.